നമ്മുടെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ലെക്ചർ 3 ആണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം നോക്കിയത് അനോട്ടോമി ആൻഡ് ഫിസിയോളജിക്കൽ സ്ട്രക്ചേഴ്സ് ആണ് നോക്കിയത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അനോട്ടോമി ഓഫ് ബ്രെയിൻ ആണ്. അപ്പോൾ ബ്രെയിനിൻ്റെ ഫിഗറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണാൻ പറ്റും. തലാമസ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, മിഡിൽ ഒബ്ലോങ്കേറ്റ, സ്പൈനൽ കോഡ്, സെറിബെല്ലം, അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ബ്രെയിനിൽ മെയിനായിട്ട് 3 പാർട്ടാണുള്ളത്. ഒന്ന് ഫോർ ബ്രെയിന്, ഒന്ന് ബ്രെയിൻ സ്റ്റെം, അടുത്തത് ഹിൻഡ് ബ്രെയിൻ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ബ്രെയിനിൻ്റെ മെയിൻ ഡിവിഷനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫോർ ബ്രെയിൻ ഉണ്ട്, ബ്രെയിൻ സ്റ്റെം ഉണ്ട്, പിന്നെ ഏതുള്ളത്? ഹിൻഡ് ബ്രെയിൻ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഒരു കൺട്രോൾ സെൻറ്റർ ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയിലെ കൺട്രോൾ സെൻറ്ററാണ് നമ്മുടെ ബ്രെയിൻ. അപ്പോൾ ബ്രെയിനിനെ കവർ ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിനെ വിളിക്കുന്ന പേരാണ് മെനിഞ്ചസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്രെയിൻ കവർ ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ടിഷ്യൂവിനെ വിളിക്കുന്ന പേരെന്താണ്? മെനിഞ്ചസ്. അപ്പോൾ കുറച്ച് ടേംസ് വരും, അതൊന്ന് ശ്രദ്ധിക്കുക, ഒന്ന് നോട്ട് ചെയ്ത് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ബ്രെയിനിന് നമ്മൾ പറഞ്ഞു 3 ഡിവിഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ഫോർ ബ്രെയിൻ ആണ്, ഒന്ന് ബ്രെയിൻ സ്റ്റെം ആണ്, പിന്നെ പറഞ്ഞാൽ ഹിൻഡ് ബ്രെയിൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോർ ബ്രെയിൻ ആണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഫോർ ബ്രെയിൻ ആണ് എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഫങ്ഷനിങ് ഇൻക്ലൂഡിങ് റിസീവിങ് ആൻഡ് പ്രോസസ്സിങ് സെൻസറി ഇൻഫോർമേഷൻ. നമ്മുടെ വെറൈറ്റി ഫങ്ഷൻസ് നടത്തുന്നത് ആരാണ്? ഫോർ ബ്രെയിൻ ആണ്. അതായത് നമുക്ക് റിസീവ് ചെയ്യണതും നമ്മുടെ സെൻസറി ഇൻഫോർമേഷനെ പ്രോസസ്സ് ചെയ്യണത്, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവ്, തിങ്കിങ്, പെർസീവിങ്, പ്രൊഡ്യൂസിങ്, അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ്, കൺട്രോളിങ് മോട്ടർ ആക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആരാണ്? ഫോർ ബ്രെയിൻ ആണ്. അപ്പോൾ ഈ ഫോർ ബ്രെയിനിൽ തലാമസും ഹൈപ്പോ തലാമസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർ ബ്രെയിൻ ആണ് നമ്മുടെ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഉള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെറിബ്രം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫോർ ബ്രെയിനിൽ എന്തൊക്കെയുണ്ട്? തലാമസും ഉണ്ട്, ഹൈപ്പോ തലാമസും ഉണ്ട്, പിന്നെ എന്തുണ്ട്? നമ്മുടെ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ് നമ്മുടെ എന്ത്? സെറിബ്രം എന്ന് വിളിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ആക്ച്വൽ ഇൻഫോർമേഷൻ നടക്കുന്നത്, ആക്ച്വൽ ഇൻഫോർമേഷൻ പ്രോസസ്സിങ്, നമ്മുടെ ബോഡിയിലുള്ള ഇൻഫോർമേഷൻ പ്രോസസ്സിങ് നടത്തുന്നത് ആരാണ്? സെറിബ്രൽ കോർട്ടെക്സ് ആണ്. അപ്പോൾ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു തിൻ ലെയർ ഓഫ് ഗ്രേ മാറ്റർ ആണ് ദാറ്റ് കവേഴ്സ് ദ ബ്രെയിൻ. ആ ബ്രെയിനിനെ കവർ ചെയ്യുന്ന ഒരു തിൻ പാർട്ട് ഓഫ് ഗ്രേ മാറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെറിബ്രൽ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെറിബ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്. ആ ബ്രെയിനിനെ കവർ ചെയ്യുന്ന ഒരു ഗ്രേ മാറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെറിബ്രൽ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഫോർമേഷൻ മൊത്തം പ്രോസസ്സിങ് ചെയ്യുന്നത്. ഇനി ഈ സെറിബ്രൽ കോർട്ടെക്സിനെ 4 ലോബ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ 4 ലോബ്സ് ആണ് നമ്മൾ ഫ്രണ്ടൽ, പരേറ്റൽ, ഒക്യുപെറ്റൽ, ടെമ്പറൽ ലോബ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവർക്ക് 4 ലോബ്സിനും 4 വേരിയസ് ഫങ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇൻക്ലൂഡിങ് നമ്മുടെ സെൻസറി തൊട്ടിട്ട് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത് തൊട്ട് പ്രോബ്ലം സോൾവിങ് ചെയ്യുന്നത് വരെ, അങ്ങനെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ചെയ്യുന്നത് ഈ 4 ലോബ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കോർട്ടെക്സിൻ്റെ താഴെ ഒരു കോർട്ടെക്സിൻ്റെ താഴെ എന്തുണ്ടാവും? ഒരു ബ്രെയിൻ വൈറ്റ് മാറ്റർ ഉണ്ട്. അപ്പോൾ ഈ വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഈ കമ്പോസ്ഡ് ഓഫ് നെർവ് സെൽസ് ആയിരിക്കും, എക്സ്റ്റെൻഡ് ഫ്രം ദ ന്യൂറോൺ ബോഡീസ് ഓഫ് ദ ഗ്രേ മാറ്റർ. ഗ്രേ മാറ്ററിന് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന നെർവ് സെൽസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന നെർവ് സെൽസ്, ദാറ്റ് ഈസ് കോൾഡ് ആൻ ആക്സോൺ. അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോർട്ടെക്സ് ബ്രെയിൻ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോർട്ടെക്സിൻ്റെ താഴെ ഈ ഗ്രേ മാറ്ററിന് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ന്യൂറോൺസ്, ആക്സൺസ്, ന്യൂറോൺ സെൽ ആക്സൺസ് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വൈറ്റ് മാറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് മാറ്റർ ആണ് എന്ത് കണക്ട് ചെയ്യുന്നത്? കണക്ട്സ് ദ സെറിബ്രം. സെറിബ്രത്തിന് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ഒക്കെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സെറിബ്രത്തിന് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും കണക്ട് ചെയ്യുന്നത് ആരാണ്? ഈ വൈറ്റ് മാറ്റർ ആയിരിക്കും കണക്ട് ചെയ്യേണ്ടാവുക. ഓക്കെ, ഇനി മിഡ് ബ്രെയിനും ഹിൻഡ് ബ്രെയിനും. അപ്പോൾ മിഡ് ബ്രെയിനും ഹിൻഡ് ബ്രെയിനും കൂടെ ചേർന്നതാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റെം എന്ന് വിളിക്കുന്നത്. അപ്പോൾ മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിനെ ഹിൻഡ് ബ്രെയിനായിട്ടും ബ്രെയിൻ സ്റ്റെം ഫോർ ബ്രെയിനായിട്ടും കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ എന്ത് വിളിക്കുന്നത്? മിഡ് ബ്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദ റീജിയൻ ഓഫ് ബ്രെയിൻ ഈസ്, അപ്പോൾ ഈ ഒരു ഏരിയ, അതായത് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത് ഏത് പോർഷനാണ്? കണക്റ്റിംഗ് ബ്രെയിൻ സ്റ്റെമ്മിനെ ആർക്ക് കണക്ട് ചെയ്യണം? ഫോർ ബ്രെയിനും കണക്ട് ചെയ്യണം, ഹിൻഡ് ബ്രെയിനും കണക്ട് ചെയ്യണം. ആ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിഡ് ബ്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഏരിയയാണ് എന്തിന് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്? നമ്മുടെ ഓഡിറ്ററി, കേൾവിക്കും കാഴ്ചശക്തിക്കും ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്നത് ആരാണ്? മിഡ് ബ്രെയിൻ ആയിരിക്കും. ഇനി ഹിൻഡ് ബ്രെയിൻ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ എക്സ്റ്റെൻഡ് ഫ്രം സ്പൈനൽ കോഡ് ആൻഡ് കണ്ടെയ്ൻ സ്ട്രക്ചേഴ്സ് സച്ച് ആസ് പോൺസ് ആൻഡ് സെറിബെല്ലം. അപ്പോൾ ഹിൻഡ്
ബ്രെയിൻ എവിടെ നിന്നാണ് വരുന്നത്? സ്പൈനൽ കോഡിൽ നിന്നാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. എന്ത് സ്ട്രക്ചേഴ്സ്, ആരുടെയൊക്കെ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും? സെറിബിലത്തിൻ്റെ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ദീസ് റീജിയൻ അസിസ്റ്റ് ഇൻ ബാലൻസിങ്. നമ്മുടെ ഇയർ ബാലൻസിങ് ഒക്കെ കേട്ടില്ല. അപ്പോൾ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഈക്വിലിബ്രിയം മൂവ്മെൻറ്റും കോർഡിനേഷന് വേണ്ടിയിട്ടും സെൻസറി ഇൻഫോർമേഷന് വേണ്ടിയിട്ടൊക്കെ ആരായിരിക്കും? ഈ ഹിൻഡ് ബ്രെയിൻ ആയിരിക്കും ഉണ്ടാവുക. ഈ ഹിൻഡ് ബ്രെയിനിൽ എന്തുണ്ടാവും? മെഡുല്ല ഒബ്ലോംഗേറ്റ ഉണ്ടാവും, വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിങ് ബ്രീത്തിങ്, ഹാർട്ട് റേറ്റ്, ഡൈജഷൻ. അതിനൊക്കെ കൺട്രോൾ ചെയ്യാനും ആരാണ് ഉണ്ടാവുക? ഹിൻഡ് ബ്രെയിൻ ഉണ്ടാവും. ഹിൻഡ് ബ്രെയിൻ ആരാണ് ഇതിനൊക്കെ സഹായിക്കുന്നത്? മെഡുല്ല ഒബ്ലോംഗേറ്റയാണ് സഹായിക്കുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സോഴ്സസ് ഓഫ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, സോഴ്സസ് ഓഫ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പം നമ്മുടെ ബോഡിയിൽ എന്ത് നടക്കുന്നുണ്ട്? ഒരുപാട് ഫങ്ഷൻസ് നടക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഫങ്ഷൻസ് നടക്കുമ്പോൾ ബോഡി എന്ത് ജനറേറ്റ് ചെയ്യും? കുറച്ച് മോണിറ്ററിങ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ് പറയണത്. അപ്പോൾ സിസ്റ്റംസ് ഇൻ ദ ഹ്യൂമൻ ബോഡി ജനറേറ്റ് ദെയർ ഓൺ മോണിറ്ററിങ് സിഗ്നൽ വെൻ ദ ക്യാരി ഔട്ട് ദെയർ ഫങ്ഷൻസ് ബോഡിയിൽ നടക്കുമ്പോൾ അതെന്തും കൂടെ ജനറേറ്റ് ചെയ്യേണ്ട? ഒരു മോണിറ്ററിങ് സിഗ്നലും കൂടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിഗ്നൽസ് ആണ് നമുക്ക് അത് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യണ്ടോ, ബോഡി ഫങ്ഷൻ ചെയ്യണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സിഗ്നൽസ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ECG എടുക്കുമ്പോൾ കാണാം അങ്ങനെ സിഗ്നൽസ് വരുന്നത് അല്ലേ? ബോഡിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന സിഗ്നൽസ്. അപ്പോൾ ഹാർട്ട് കറക്റ്റായിട്ട് ഫങ്ഷനിങ് ആണോ എന്ന് നമ്മളെങ്ങനെ നോക്കുക? ആ സിഗ്നൽ നോക്കിയിട്ടാണ് നോക്കുക. അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ സിഗ്നൽസിനെ വിളിക്കുന്ന പേരാണ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി ശരിക്കും ഫങ്ഷൻ ചെയ്യണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബോഡി തന്നെ എന്ത് ജനറേറ്റ് ചെയ്യേണ്ടത്? കുറച്ച് മോണിറ്ററിങ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സിഗ്നൽസ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഫങ്ഷനിങ് ഡിറ്റർമിൻ ചെയ്യാറ്. അപ്പോൾ ആ വരുന്ന സിഗ്നൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നത്? ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സിഗ്നൽസ് എന്തിനൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും? നെർവിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ബ്രെയിൻ ആക്ടിവിറ്റി, ഹാർട്ട് ബീറ്റ്, മസിൽ ആക്ടിവിറ്റി, അങ്ങനെ എല്ലാത്തിലും വരുന്ന സിഗ്നലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതൊരു ആക്ച്വലി എന്തായിരിക്കും? ഒരു അയോണിക് വോൾട്ടേജസ് ആണ്. അപ്പോൾ എന്ത് കാരണമാണ് അയോണിക് വോൾട്ടേജസ് വരുന്നത്? നമ്മുടെ സെല്ലിൽ ഉണ്ടാവുന്ന ഇലക്ട്രോ കെമിക്കൽ ആക്ടിവിറ്റി കാരണമാണ് നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യണത്? അയോണിക് വോൾട്ടേജസ് ജനറേറ്റ് ചെയ്യണത്. അപ്പോൾ ബയോഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? എന്താണ്? ആ സിഗ്നൽസിനെയാണ് വിളിക്കുന്നത്. അതെങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്? അത് എന്താണ് ആക്ച്വലി? ഒരു അയോണിക് വോൾട്ടേജസ് ആണ്. അതെങ്ങനെ ജനറേറ്റ് ചെയ്യും? ഇലക്ട്രോ കെമിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ സെല്ല് കാരണമാണ് അത് ജനറേറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? ആ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ എന്താക്കി മാറ്റുകയാണ്? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കിയിട്ടാണ് നമ്മൾ കാണാറ് അല്ലേ? അപ്പോൾ ട്രാൻസ്ഡ്യൂസർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? അതിനെ കൺവേർട്ട് ചെയ്യണത്. ആ അയോണിക് പൊട്ടൻഷ്യലിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നു. അപ്പോൾ എന്താണ് ബയോഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പം നമ്മൾ നോക്കുമ്പോൾ രണ്ട് പൊട്ടൻഷ്യലാണുള്ളത്. ഒന്ന് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലും ഒന്ന് ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ അതർവൈസ് ഇറ്റ്സ് കോൾഡ് ആസ് എൻ പോളറൈസേഷൻ. റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ അതർവൈസ് എന്താ വിളിക്കുക? പോളറൈസേഷൻ എന്നാ വിളിക്കുക. അപ്പോൾ സെർട്ടൻ ടൈപ്സ് ഓഫ് സെൽസ് വിത്തിൻ ദ ബോഡി. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കുറച്ച് സെൽസ്, നെർവ് സെൽസ് ആവാം, മസിൽ സെൽസ് ആവാം. അതൊക്കെ ഈ നെർവ് സെൽസും മസിൽ സെൽസൊക്കെ എൻകേസ് ചെയ്തിരിക്കുന്നത്, എൻകേസ്ഡ് പറഞ്ഞാൽ ഉള്ളിലാക്കിയിരിക്കുന്നത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ നെർവ് സെൽസും മസിൽ സെൽസൊക്കെ ഉള്ളത്. അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലാണ് നമുക്ക് സെമി പെർമിയബിൾ മെംബ്രെയിൻ ട്ടാ. അപ്പോൾ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ സെമി എന്താ അർത്ഥം? കുറച്ചെണ്ണം ഉള്ളിൽ കിടത്തിടും, കുറച്ചെണ്ണം ഉള്ളിൽ കിടത്തിവില്ല. അപ്പോൾ സെമി പെർമിയബിളിൻ്റെ ഉള്ളിലാണ് നമുക്ക് എന്തുള്ളത്? നമ്മുടെ നെർവും മസിലും സെല്ലൊക്കെ ഉള്ളത്. അപ്പോൾ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ permit some substances to pass through while others are kept out. അപ്പോൾ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ച് എന്തെങ്കിലും കിടത്തിയിടും, ബാക്കിയുള്ളതിന് പുറത്ത് നിർത്തും. അപ്പോൾ സം സബ്സ്റ്റൻസസിന് അതിൽ കൂടെ കിടത്തിവിടും, ബാക്കിയുള്ളതിന് കിടത്തിവിടില്ല. അപ്പോൾ സറൗണ്ടിങ് ദ സെൽ ഓഫ് ദ ബോഡി ആർ ദ ബോഡി ഫ്ലൂയിഡ്സ്. അപ്പോൾ നമ്മുടെ സെല്ലിനെ സറൗണ്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ് ഈ സെല്ലിന് ചുറ്റും നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെൽസിൻ്റെ സറൗണ്ടിങ്ങും നമ്മുടെ എന്തുണ്ടാവും? ഒരു ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഫ്ലൂയിഡാണ് കണ്ടക്റ്റീവ് സൊല്യൂഷൻ കണ്ടെയ്ൻ ചാർജ്ഡ് ആറ്റംസ് നോൺ ആസ് അയേൺസ്. നമ്മൾ പറഞ്ഞ ഈ ബോഡി ഫ്ലൂയിഡിലാണ് നമുക്ക് എന്തുള്ളത്? നമ്മൾ അയേൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബോഡി ഫ്ലൂയിഡ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടക്റ്റീവ് സൊല്യൂഷനാണ്. ബോഡി ഫ്ലൂയിഡ്സ് നമ്മൾ എന്ത് വിളിക്കും? കണ്ടക്റ്റീവ് സൊല്യൂഷൻ എന്ന് വിളിക്കും. ആ കണ്ടക്റ്റീവ് സൊല്യൂഷനിൽ എന്തുണ്ടാവും? ചാർജ്ഡ് ആറ്റംസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ.
അപ്പോൾ ഇത്രയും പറഞ്ഞുള്ളൂ. നമ്മുടെ നെർവ് സെൽസ് മസിൽ സെൽസ് ഒക്കെ എൻകേസ് ചെയ്തിരിക്കുന്നത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലാണ്. ആ മെംബ്രെയിൻ എന്ത് പെർമിറ്റ് ചെയ്യും? സം സബ്സ്റ്റൻസസിന് ഉള്ളിലേക്ക് കടത്തിവിടും, സം സബ്സ്റ്റൻസ് പുറത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ സെല്ലിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നത് ഒരു ബോഡി ഫ്ലൂയിഡ് ആയിരിക്കും. ആ ഫ്ലൂയിഡിൽ എന്തുണ്ടാവും? ഒരു കണ്ടക്റ്റീവ് സൊല്യൂഷൻസ് ഉണ്ടാവും കണ്ടെയ്നിങ് ചാർജ്ഡ് ആറ്റംസ്. അപ്പോൾ ഫ്ലൂയിഡിൽ കണ്ടക്റ്റീവ് സൊല്യൂഷൻസ് ഉണ്ടാവും, അതിൽ എന്തുണ്ടാവും? ചാർജ്ഡ് ആറ്റംസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അയോൺസ് എന്ന് പറയുന്നത് ഏതൊക്കെ ആവാം? സോഡിയം ആവാം, പൊട്ടാഷ്യം ഉണ്ടാവും, ക്ലോറിൻ ഉണ്ടാവും, ക്ലോറൈഡ് ഉണ്ടാവും. അപ്പോൾ സോഡിയം, പൊട്ടാഷ്യം, ക്ലോറൈഡാണ് ഉള്ളത്. അപ്പോൾ ഈ മെംബ്രെയിൻ നമ്മൾ പറഞ്ഞു കുറച്ച് എണ്ണത്തിന് ഉള്ളിൽ കടത്തിവിടും, കുറച്ചെണ്ണം പുറത്തായിരിക്കും നിൽക്കുക. അപ്പോൾ ഈ മെംബ്രെയിൻ പെർമിറ്റ് ദ എൻട്രി ഓഫ് പൊട്ടാഷ്യത്തിനെയും ക്ലോറൈഡിനെയും ഉള്ളിലോട്ട് കടത്തിവിടും. ബട്ട് ബ്ലോക്സ് ആരെ ബ്ലോക്ക് ചെയ്യും? സോഡിയത്തിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ സോ ഇൻസൈഡ് ദ സെൽ, അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഏതാ ഉള്ളത്? ഇൻസൈഡ് ദ സെല്ലിൽ ആരാ ഉള്ളത്? എൻട്രി ഓഫ് പൊട്ടാഷ്യം ക്ലോറൈഡും ആണ് അല്ലേ? അപ്പോൾ ഇൻസൈഡ് ദ സെല്ലിൽ പൊട്ടാഷ്യം ക്ലോറൈഡാണ് ഉള്ളത്, പുറത്ത് ആരാ ഉള്ളത്? സോഡിയം ആണ് ഉള്ളത്. അപ്പോൾ സോ ഇൻസൈഡ് ദ സെൽ ഈസ് മോർ നെഗറ്റീവ്. ക്ലോറൈഡ് ഉള്ളിലല്ലേ ഉള്ളത്, അപ്പോൾ അത് നെഗറ്റീവ് ചാർജ് അയൺസ് അല്ലേ, അപ്പോൾ മോർ നെഗറ്റീവ് ദാൻ ഔട്ട്സൈഡ് സെൽ. കണ്ടോ? അപ്പോൾ ഉള്ളിലുള്ളത് മോർ നെഗറ്റീവ് ദാൻ ഔട്ട്സൈഡ് സെല്ലാണ്. ദിസ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, ഉള്ളിൽ നെഗറ്റീവ് കൂടുതലും പുറത്ത് പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എൻ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ആസ് എൻ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ this potential is measured from inside the cell with respect to body fluids. അപ്പോൾ നമ്മുടെ ഈ പൊട്ടൻഷ്യൽ എവിടുന്നാ മെഷർ ചെയ്യുക? ഉള്ളിലല്ലേ നെഗറ്റീവ് കൂടുതലേ, അപ്പോൾ ഇതിനെയല്ലേ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എവിടുന്നാ മെഷർ ചെയ്യുക? ഇൻസൈഡ് ദ സെല്ലിൽ നിന്നായിരിക്കും മെഷർ ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു പുറത്തുള്ള ബോഡി ഫ്ലൂയിഡ്സിനെ റെസ്പെക്ട് ചെയ്തിട്ടായിരിക്കും മെഷർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ദ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ദ സെൽ ഓൾവേസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ റേഞ്ചിങ് ഫ്രം -60 millivolt to -100 millivolt ആണ്, നെഗറ്റീവിലാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ സെല്ല് റെസ്റ്റിംഗ് സ്റ്റേറ്റിലാണെങ്കിൽ, ദ സെൽ ഈസ് ഇൻ ദ റെസ്റ്റിംഗ് സ്റ്റേറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ പോളറൈസ്ഡ് സെൽ. സെല്ല് റെസ്റ്റിംഗ് സ്റ്റേറ്റിലാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പോളറൈസ്ഡ് സെൽ എന്ന് വിളിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് ബയോ പൊട്ടൻഷ്യൽ? ബയോ പൊട്ടൻഷ്യൽ രണ്ടെണ്ണം, ഒന്ന് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലും ഒന്ന് ആക്ഷൻ പൊട്ടൻഷ്യലും. അപ്പോൾ നമ്മൾ എന്താണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് നോക്കി. റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ അതർവൈസ് ഇറ്റ്സ് കോൾഡ് ആസ് പോളറൈസേഷൻ അല്ലേ? അടുത്ത് നമ്മൾ പറയാൻ പോണത് ആക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ആക്ഷൻ പൊട്ടൻഷ്യൽ അതർവൈസ് ഇറ്റ്സ് കോൾഡ് ആസ് എൻ ഡീപോളറൈസേഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ സെൽ മെംബ്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെൽ മെംബ്രെയിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുകയാണ് ബൈ ഫ്ലോ ഓഫ് അയണിക് കറൻറ്റ്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ എനർജി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണു? ഈ സെൽ മെംബ്രെയിനെ എക്സൈറ്റ് ചെയ്യിക്കുക. എക്സൈറ്റ് ചെയ്യിക്കുക പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ഒരു വോൾട്ടേജ് കൊടുക്കുക ഈ സെൽ മെംബ്രെയിനിൽ കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? നേരത്തെ ആര് മാത്രമാണ് ഉള്ളിലുള്ളത്? പൊട്ടാഷ്യം ക്ലോറൈഡ് മാത്രമാണ് ഉള്ളിലുള്ളത്. അപ്പോൾ നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കുറച്ച് സോഡിയം കൂടെ എലോസ് ദ മെംബ്രെയിൻ എന്ത് ചെയ്യും? കുറച്ച് എലോസ് സം സോഡിയത്തിനും കൂടെ ഉള്ളിലോട്ട് വിടും. Okay, and try to reach some balance of potential inside and outside. എന്നിട്ട് ഒരു ബാലൻസ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഇൻസൈഡും ഔട്ട്സൈഡിലും ഒരു ബാലൻസ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അറ്റ് ദ സെയിം ടൈം സോഡിയത്തിന് അത്ര ഉള്ളിലോട്ട് പോവാതെ കുറച്ച് പൊട്ടാഷ്യവും എന്ത് ചെയ്യാൻ തുടങ്ങും? ഔട്ട്സൈഡിലേക്ക് വരാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഒരു സെൽ മെംബ്രെയിനെ നമ്മളൊരു എക്സ്റ്റേണൽ അപ്ലൈഡ് എനർജി വെച്ചിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കുറച്ച് സോഡിയം അതിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാൻ നോക്കും, എന്നിട്ട് ഒരു സെയിം ബാലൻസ് പൊട്ടൻഷ്യൽ ഇൻസൈഡും ഔട്ട്സൈഡിലും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. പക്ഷേ എന്ത് സംഭവിക്കും? കുറച്ച് പൊട്ടാഷ്യം അയേൺസ് ഔട്ട്സൈഡിലേക്ക് പോകും. അപ്പോൾ എന്ത് സംഭവിക്കും? സെല്ലിന് ഹൈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ, അപ്പോൾ സോഡിയം ഉള്ളിൽ കയറി പൊട്ടാഷ്യം പകുതി പുറത്തേക്ക് പോകുമ്പോൾ കൂടുതൽ ഏതുള്ളത്? പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇൻസൈഡിലേക്ക് വരും അല്ലേ? ഡ്യൂ ടു ദ ഇംബാലൻസ് ഓഫ് പൊട്ടാഷ്യം അയൺസ്. പൊട്ടാഷ്യം അയൺസ് കുറച്ച് പുറത്തു പോകണതുകൊണ്ട് ഉള്ളിൽ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നത്? ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ എന്താ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന്? ഉള്ളിൽ എപ്പോഴും ഏത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അത് അപ്രോക്സിമേറ്റ്ലി പറയുന്നത് +20 millivolt ആയിരിക്കും. അപ്പോൾ ഒരു സെൽ ദാറ്റ് ഹാസ് ബീൻ എക്സൈറ്റഡ്, അപ്പോൾ എന്താണ് എക്സൈറ്റഡ്? നമ്മൾ ഒരു എക്സ്റ്റേണൽ എനർജി കൊടുത്തിട്ട് സെല്ലിനെ എക്സൈറ്റ് ചെയ്യിക്കുക. ആൻഡ് ദാറ്റ് ഡിസ്പ്ലേസ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ അല്ലേ,
എക്സൈറ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് ഏത് പൊട്ടൻഷ്യലിലേക്കായി മാറും? അത് ആക്ഷൻ പൊട്ടൻഷ്യലായിരിക്കും മാറും. ഈ സെറ്റ് ടു ബി, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീപോളറൈസ്ഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെല്ല് എക്സൈറ്റ് ചെയ്തിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ ആക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡീപോളറൈസ്ഡ് എന്ന് വിളിക്കും. ആൻഡ് ദ പ്രോസസ് ഫ്രം റെസ്റ്റിംഗ്, ഇത്ര നേരം റെസ്റ്റിംഗിലായിരുന്നു ഇരുന്നത് അല്ലേ, ആ റെസ്റ്റിംഗ് നേരെ എവിടേക്ക് മാറി? ആക്ഷൻ പൊട്ടൻഷ്യലിലേക്ക് മാറി അല്ലേ. അപ്പോൾ പ്രോസസ് ഫ്രം റെസ്റ്റിംഗ് ടു ആക്ഷൻ പൊട്ടൻഷ്യലിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീപോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. കിട്ടിയോ? എന്താണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, എന്താണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന്? ഇതാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് സെല്ല് എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സോഡിയം അയൺസ് ഉള്ളിൽ പോകും, കുറച്ച് പൊട്ടാൻഷ്യം അയൺസ് പുറത്തേക്ക് വരും അല്ലേ. അപ്പോൾ സെല്ല് എക്സൈറ്റ് ചെയ്യും, അപ്പോൾ ഡിസ്പ്ലേസ് എന്ത് ചെയ്യും? ആക്ഷൻ പൊട്ടൻഷ്യൽ ആവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീപോളറൈസ്ഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ പ്രോസസ് ഫ്രം റെസ്റ്റിംഗ് ടു ആക്ഷൻ പൊട്ടൻഷ്യൽ, റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ നിന്ന് ആക്ഷൻ പൊട്ടൻഷ്യലിലേക്ക് മാറുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നു? ഡീപോളറൈസേഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റെസ്റ്റിംഗ് ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ആ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൽ കാണിച്ചിട്ടുണ്ട് എന്താണ് ആക്ഷൻ പൊട്ടൻഷ്യൽ, എന്താണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, ഡീപോളറൈസേഷൻ എന്താണ്, റീപോളറൈസേഷൻ എന്താണ്. മാറിപ്പോരുത്, റീപോളറൈസേഷനും ഡീപോളറൈസേഷനും. ഓക്കെ. ഇനി പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞു. സെല്ല് എക്സൈറ്റഡ് ആവും, നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു അയൺ കറണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുമ്പോൾ സെല്ല് എക്സൈറ്റഡ് ആവും അല്ലേ. അപ്പോൾ വെൻ എ സെൽ ഈസ് എക്സൈറ്റഡ് ആൻഡ് ജനറേറ്റ്സ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ, അയൺസ് കറണ്ട് ടു ഫ്ലോ അല്ലേ, കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. നമുക്കറിയാം എക്സൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? കറണ്ട് ഫ്ലോ ആവും. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഈ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നൈബറിങ് സെൽസിനെയും അതെന്താക്കും? എക്സൈറ്റ് ആക്കും. എക്സൈറ്റ് ആക്കുക പറഞ്ഞാൽ ഒരു എനർജി കൊടുക്കുക. അപ്പോൾ നൈബറിങ് ഓർ അഡ്ജസൻറ്റ് സെല്ലിനെ അതെന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്യും. അപ്പോൾ ദ റേറ്റ് അറ്റ് വിച്ച്, ഏത് റേറ്റ് അറ്റ് വിച്ച് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ മൂവ് ഡൗൺ എ ഫൈബർ ഓർ ഇസ് പ്രൊപ്പഗേറ്റഡ് ഫ്രം സെൽ ടു സെൽ അല്ലേ. ഒരു സെല്ലിനെ നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്താൽ നൈബറിങ് സെല്ലിനെയും കൂടെ അത് എക്സൈറ്റ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊപ്പഗേഷൻ റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റേറ്റ് അറ്റ് വിച്ച് ആക്ഷൻ പൊട്ടൻഷ്യൽ മൂവ് ഡൗൺ എ ഫൈബർ ഓർ പ്രൊപ്പഗേറ്റ് ഫ്രം സെൽ ടു സെൽ. അപ്പോൾ റേറ്റ് അറ്റ് വിച്ച് ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊപ്പഗേറ്റ് ഫ്രം സെൽ ടു സെല്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊപ്പഗേഷൻ റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം നെർവ് ഫൈബറിൽ ഇത് പ്രൊപ്പഗേഷൻ റേറ്റ് എന്ന് പറയുന്നത് നെർവ് കണ്ടക്ഷൻ റേറ്റ് തന്നെയാണ്, ഓർ ഇറ്റ്സ് കോൾഡ് ആസ് എൻ കണ്ടക്ഷൻ വെലോസിറ്റി. അപ്പം നെർവ് ഫൈബറിലാണ് നമ്മൾ ഈ പ്രൊപ്പഗേഷൻ റേറ്റ് നോക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എൻ കണ്ടക്ഷൻ വെലോസിറ്റി ഓർ നെർവ് കണ്ടക്ഷൻ റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എത്രയാണത്? 20 to 140 മീറ്റേഴ്സ് പെർ സെക്കൻഡിലാണ് അത് എക്സൈറ്റ് ആയിക്കൊണ്ട് പോവുക. അപ്പോൾ ഹാർട്ട് മസിൽ ആണെങ്കിൽ ആവറേജ് എത്രയാണ്? 0.2 to 0.4 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ.